ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ KFC സ്റ്റൈലിലുള്ള ചിക്കൻ്റെ വീഡിയോ ആണ്. ബ്രോസ്റ്റഡ് ചിക്കന് നമുക്ക് KFC പോയാൽ മാത്രമൊന്നുമല്ല, നമുക്ക് വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ചിക്കനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഒരുപാടായിട്ട് ഓർക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പിന്നെ ഓരോ കാര്യങ്ങളുമായിട്ട് പെൻഡിങ് ആയിട്ട് പോയി. എൻ്റെ മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് KFC പിസ്സയൊക്കെ. ഗൾഫിലായിരിക്കുമ്പോൾ അവൾ സ്ഥിരം അത് തന്നെയായിരുന്നു. നാട്ടിൽ വന്നേ പിന്നെ ഇപ്പം എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങലും കാര്യങ്ങളും ഒന്നുമില്ല, ഞാനങ്ങനെ ഉണ്ടാക്കലുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും അങ്ങ് ഉണ്ടാക്കും പിസ്സയൊക്കെ. കാരണം അത്ര നല്ലതല്ല, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് അല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മോളിങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കൻ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ അറിയാം നമുക്ക്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ KFC ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കന്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് എഴുതുക. എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ KFC സ്റ്റൈലുള്ള ചിക്കൻ്റെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വലിയ കോഴി വലിയ പീസുകളാക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളാക്കി എടുക്കാം. പക്ഷേ നമ്മുടെ KFC മോഡലുള്ള ചിക്കനൊക്കെ നമുക്ക് വലിയ പീസുകളായിട്ടാണല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ പീസുകളാക്കി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പൊടി ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്താൽ മതി. 1 ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം പൊടിച്ചതാണ് കുറച്ച് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ആ ഒരു ജസ്റ്റ് ഫ്ലേവർ കിട്ടാനായിട്ട് നമുക്കത് മതി. ഞാൻ കുറച്ച് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിനിപ്പോൾ എരിവിന് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം നാരങ്ങാനീരായാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒറിഗാനോ ആണ് എടുത്തിരിക്കുന്നത്. ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഒറിഗാനോ ചേർക്കുന്നത്. കുറച്ച് ഒരല്പം അതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം ഇത് 1 മണിക്കൂർ, ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് നമ്മൾ വെക്കണം. അതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ നമ്മുടെ ചിക്കൻ്റെ ചെയ്യാൻ. ഇതിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് വെക്കാം. നന്നായിട്ട് ഈ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഒന്ന് പിടിക്കട്ടെ. നമ്മുടെ KFC ചിക്കൻ്റെ കൂടത്തെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ എന്തായാലും കൂടെ ഉണ്ടാവാറുണ്ട്. അതൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ മോൾക്കാണ് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാനായിട്ട് ഒരു 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തൊലി ഇതിൻ്റെ കളഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നീളത്തിൽ ഈ ഒരു ടൈപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ നമുക്ക് സാധാ പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കണം. കാരണം എങ്കിലേ അത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. ആ വെള്ളത്തിൽ 1/2 മണിക്കൂർ ഇട്ടതിന് ശേഷം ഞാൻ ഫ്രീസറിലും കൂടെ കുറച്ച് ടൈം വെക്കുന്നുണ്ട്, ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് വരും. ഈ രീതിയിലാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ. ഞാനിപ്പോൾ ഒരു ബൗളിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഇതിനെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാനിപ്പോൾ 1/2 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് ഇനി ഈ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇത് നമ്മുടെ ടിഷ്യൂ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ കിച്ചൺ ടവൽ അതിനകത്ത് നന്നായിട്ട് ഈ വെള്ളമയം നമുക്ക് നന്നായിട്ട് കളയണം. ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിനുശേഷം വേണം ഇതൊരു പ്ലാസ്റ്റിക് ബാഗിലാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കാൻ. ഒരു 1/2 മണിക്കൂറാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്.
നന്നായിട്ട് ഇതിനകത്തിൽ വെള്ളമയം നന്നായിട്ട് കളയണം. ഞാൻ ഈ ഉരുളക്കിഴങ്ങിലെ വെള്ളമയമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രീസറിൽ ഒരു അരമണിക്കൂറാണ് ഇത് വെക്കുന്നത്. അതിനുശേഷമാണ് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് കുറച്ച് ഉപ്പും കൂടെ ഇത് തിരുമിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. കോൺഫ്ലവർ ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ കോൺഫ്ലവറും കൂടെ ഇതിലേക്ക് ഇടുവാണ്. പിന്നെ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇതിലോട്ടിടുക. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇടുക. നമ്മൾ ചിക്കനിൽ ഉപ്പ് പരട്ടിയതാണ്. ഇതിലൊരു അല്പം ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ചിക്കൻ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക്. പിന്നെ ഇനി നമുക്ക് ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ എടുക്കണം. ഇതിൽ ഡിപ്പ് ചെയ്ത് പിന്നെ മുട്ടയും പാലും ആ മിക്സിലും കൂടെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഓട്സാണ് എടുക്കുന്നത്. ഓട്സ് പൊടി അതിലും കൂടെ കൂട്ടി ചെയ്തിട്ട് വേണം നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് നമുക്ക് പൊട്ടിച്ചു കൊടുക്കേണ്ടത്. ഈ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഒരല്പം ഉപ്പും കൂടെ ഇട്ടൊരു നേരിയ പിഞ്ചളവിൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇനി ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഓട്സ് ആണ് വേണ്ടത്. ഓട്സ് കുറച്ച് പൊടിച്ച് കൈകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓട്സ് ഇല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. നമ്മളിനി കൈകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇതൊന്ന് തിരുമ്മി ഇങ്ങനെ എടുക്കണം. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യാനാണ് ഇതിനകത്ത്. നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറായിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്തുള്ള മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിലേക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കന് ആദ്യം നമുക്ക് ഈ മൈദയുടെ ഈ മിക്സിൽ ആക്കിയിട്ട് പിന്നെ മുട്ടയിൽ നമുക്ക് കോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണം ഓട്സിലോട്ട് ആക്കാൻ. ആദ്യം ഞാനിപ്പോൾ ഈ മൈദയുടെ ഇതിൽ കറക്റ്റായിട്ട് ഇങ്ങനെ എല്ലാ വശവും ഇത് അതിൻ്റെ ചിക്കൻ്റെ നല്ല സ്കിന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതിൽ നിന്ന് ഒട്ടും വിട്ടുവരാതെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇതിപ്പോൾ എനിക്ക് സ്കിന്നുള്ള ടൈപ്പ് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചിക്കനൊക്കെ ഞാനിപ്പോൾ മൈദയുടെ മിക്സിൽ എടുത്തിട്ടുണ്ട് കോട്ട് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ ഇതിലേക്കായിട്ട് പിന്നെ ഓട്സിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ ഇതിൽ നമുക്ക് ഇതാക്കിയിട്ട് പിന്നെ നമ്മുടെ ഓട്സിലാണ് നമ്മുടെ ഓട്സിലും കൂടെ ഇത് കോട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇതിലോട്ട് ഓട്സിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി, ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇടുവാണ്. ആദ്യം ജസ്റ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 1 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കന് പിന്നെ നമ്മൾ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ.
ഇത് ചിക്കൻ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മൾ മീഡിയം തീയിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് ജസ്റ്റ് ഒരു അടപ്പുകൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കാരണം ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകാൻ വേണ്ടിയാണ്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇടയ്ക്ക്. ഞാനിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ കുക്കറിലും കൂടെ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഒരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിലാണ് നമുക്ക് കുക്കറിൽ അടുപ്പിക്കേണ്ടത്. ഇത് ചൂടായി വരട്ടെ. നമ്മുടെ കുക്കറൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത പാനിൽ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇപ്പോൾ പാനിൽ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ടൈം എടുക്കും. കുക്കറിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം. അതാണ് കുക്കറിൽ വെക്കുന്നതിൻ്റെ ഒരിത്. ഇത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു വിസിൽ അടുപ്പിക്കണം നമുക്ക് അടച്ച് വെച്ചിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് അടച്ചിട്ട് നമുക്ക് ഒരു വിസിൽ ഇതാക്കാം. നമുക്കിതിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. ഇവിടെ പൊട്ടറ്റോ നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നത് നല്ലതാ ക്രിസ്പി ആയിട്ട് നല്ല ഇരിപ്പുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്താൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ഇതിൽ തിരുമണം. ഓയിൽ ചൂടായി ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചിനി ഒരു എരിവുള്ള ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജസ്റ്റ് മുളക് പൊടി അങ്ങനെ ഇട്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ സാധാരണ മസാല ഇല്ലാത്ത മസാല ഉള്ള ടൈപ്പും ഉണ്ട് KFCയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ മോൾക്ക് ഇതാണ് ഇഷ്ടം. അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ എടുത്ത് മാറ്റിയാണ്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണം, എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ്. KFC ഈ ബ്രോസ്റ്റഡ് നമ്മുടെ ചിക്കൻ ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ചൂടോടുകൂടി തന്നെ കഴിക്കണം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. ഇത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ KFC സ്റ്റൈലിലുള്ള നമ്മുടെ ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ പാനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ KFC പോയാൽ മാത്രമേ ഉള്ളൂ KFC ചിക്കൻ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം KFC സ്റ്റൈലിൽ തന്നെയാണ് ആ ചിക്കൻ കാണാനായിട്ടും അതുപോലെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് ഇത് വെന്തിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ കാണാം. താങ്ക് യു.